നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിലെ അടുത്ത ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ ക്ലാസ്. ഇപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് മീൻസ് the sum total of all individuals, institutions that are outside the business and which are out of control for the business, but it may affect its performance. ബിസിനസ്സിന് പുറത്തുള്ള വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും ബിസിനസ്സിന് തീരെ നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, പക്ഷേ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഈ ഫോഴ്സുകളെയാണ് നമ്മൾ കോമണായി ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം, ബിസിനസ്സിനെ നേരിട്ട് ബാധിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫോഴ്സുകളെക്കുറിച്ച് നമുക്ക് അറിയാം. അപ്പം ഇതിൽ ബിസിനസ്സിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ബിസിനസ്സിന് വേണമെങ്കിൽ അവയെ കൃത്യമായി നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിനെ നേരിട്ട് അല്ലാതെയും നേരിട്ടും ബാധിക്കുന്ന വിവിധ വിഷയങ്ങളുണ്ട്. പക്ഷേ ബിസിനസ്സിന് ആ വിഷയങ്ങളുടെ മേൽ അവരുടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒരു ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ അഥവാ ഒരു ബിസിനസ് പരിസ്ഥിതിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ദി ഫോഴ്സസ് വിച്ച് ആർ ഔട്ട്സൈഡ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ പുറത്തുള്ള ഒരു ഡിഫറെൻറ്റ് ഫോഴ്സസിനാണ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. So this business environment is the sum total of all the external forces. That is, external forcesൽ പ്രധാനമായിട്ട് വരുന്നത് ഇൻഡിവിജ്വൽസ് ആവാം, പലതരത്തിലുള്ള വ്യക്തികളാവാം, അതേപോലെ തന്നെ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഈ വ്യക്തികൾ എന്നുള്ള കാറ്റഗറിയിൽ പെടുമ്പം അവിടെ പ്രധാനമായിട്ടും സപ്ലൈസ് വരും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് വരും, ഗവൺമെൻറ് വരും. അപ്പം അങ്ങനെയുള്ള എല്ലാ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസും, അതാണ് ഈ ഇൻഡിവിജ്വൽസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇൻഡിവിജ്വൽസ് മേ അഫക്റ്റ് ദി ബിസിനസ് എൻവയോൺമെൻറ്റ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ബട്ട് വിച്ച് ആർ ഔട്ട് ഓഫ് കൺട്രോൾ ഫോർ എ ബിസിനസ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു സം ടോട്ടലായിട്ടാണ് നമ്മൾ ഈ ബിസിനസ് എൻവയോൺമെൻറ്റിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ ഒരു സം ടോട്ടലാണ് ഈ പറഞ്ഞ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫീച്ചറായിട്ട് പ്രത്യേകതയായിട്ട് പറയുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. ഇപ്പോൾ ഈ പോയിന്റിൽ പറഞ്ഞത് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്, സ്പെസിഫിക് ഫോഴ്സസ് ആൻഡ് ജനറൽ ഫോഴ്സസ്. So what is specific forces? So these are the forces which may affect directly for the organization, directly for the business firms. അതായത് ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കുന്ന ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ സ്പെസിഫിക് ഫോഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഉദാഹരണത്തിന് സപ്ലൈസ്, കോമ്പറ്റേറ്റേഴ്സ്, കസ്റ്റമേഴ്സ്, ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആ ഒരു ഫോഴ്സസ് ആണ്, അല്ല അവരിലൂടെ ബിസിനസ്സിനുണ്ടാകുന്ന വിവിധ മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുന്ന ഈ സ്പെസിഫിക് ഫോഴ്സസ് എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്പെസിഫിക് ഫോഴ്സസ് ബിസിനസ്സിനെ വളരെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ വിച്ച് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഫോർ ദി ബിസിനസ്. ഇനി രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ജനറൽ ഫോഴ്സസ് ആണ്, പൊതുവായിട്ട് വരുന്ന ഫോഴ്സസ് ആണ്. So the peculiarity or the feature of this type of force is which can affect the business indirectly. ബിസിനസ്സിൻ്റെ
ബിസിനസ്സിനെ ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ടല്ലാതെ ബാധിക്കുന്ന ഫോഴ്സസ് ആണ് ഈ ജനറൽ ഫോഴ്സസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സോഷ്യൽ ഫോഴ്സസ്, ലീഗൽ ഫോഴ്സസ്, ടെക്നോളജിക്കൽ ഫോഴ്സസ്, cultural forces, etc. So these are coming under the general forces for the concern. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, അതായത് ജനറൽ ഫോഴ്സസ് മേ ഡയറക്ട്ലി എഫക്ട്സ് ദി ഓർഗനൈസേഷൻ, വെയർസ് ദി specific forces may directly affects the business enterprises, while the general forces may affect indirectly. ആ രണ്ട് ഫോഴ്സസിലും വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെയും കൂടെ ഈ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാം. മൂന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയുന്നത് ഇന്റർ റിലേറ്റഡ്നെസ്. ദാറ്റ് ഈസ് ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്സ് ആർ ക്ലോസ്ലി ഇന്റർ റിലേറ്റഡ്. ബിസിനസ്സിൻ്റെ ഈ ബിസിനസ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ഒക്കെ നിലനിൽക്കുന്നത് എല്ലാ സമയത്തും പരസ്പര ബന്ധപ്പെട്ട് കിടക്കുകയാണെന്ന് നമുക്ക് പറയാം. പല കാര്യങ്ങളും ഇന്റർ റിലേറ്റഡ് ആണ്. ഉദാഹരണത്തിന് വിവിധ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നിർണ്ണയിക്കുന്നത് നമുക്കറിയാം ഡിഫറെൻറ്റ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. ഉദാഹരണത്തിന് ജനങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കാം. ഉദാഹരണത്തിന് നമുക്കറിയാം ഈ ഹെൽത്ത് കോൺഷ്യസ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വളരെ ഹെൽത്തി കോൺഷ്യസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം ഈ കൊറോണ സമയങ്ങളിലൊക്കെ എല്ലാവരും വളരെയധികം തങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉയർത്താനുള്ള, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉയർത്താനുള്ള ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഹെൽത്തി പ്രോഡക്റ്റ്സ് ആണ്, ഹെൽത്തി ഫുഡാണ്, അതുപോലെ തന്നെ ഹെൽത്തി കണ്ടീഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സിന് എല്ലാ സമയത്തും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ബിസിനസ്സിൻ്റെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തി പ്രോഡക്റ്റ്സ് അല്ലാത്ത പ്രോഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിമാൻഡ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് മാർക്കറ്റബിലിറ്റി വളരെ കുറവായിരിക്കും എന്ന് പറയാം. മാത്രമല്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബിസിനസ്സിൻ്റെ ഈ പ്രവർത്തനങ്ങളെ ഈ കസ്റ്റമേഴ്സിൻ്റെ ഇത്തരം ഹാബിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലോസ്ലി ഇന്റർ റിലേറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിസിനസ്സിൻ്റെ പരിസ്ഥിതി മാറാൻ തീർച്ചയായിട്ടും ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ സം ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽസിൽപ്പെട്ട ഒരാളാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുത്തുന്ന ചെറിയ രീതിയിലുള്ള ഹാബിറ്റ് ചേഞ്ച് തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകതകളുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. നാലാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഡൈനാമിക് നേച്ചറാണ്. നമുക്കറിയാം ഡൈനാമിക് നേച്ചർ മീൻസ് ദി കണ്ടീഷൻസ് ക്യാൻ ബി ചേഞ്ചബിൾ അറ്റ് എനി ടൈം. The business environment can be changeable according to the different forces which are prevailing according to the prevailing conditions for the business concern. ഒരു ബിസിനസ്സിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ മാറ്റങ്ങൾ വരാം എന്നാണ് ഈ ഒരു ഡൈനാമിക് നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ചേഞ്ചബിൾ ആണ്, ഒരു റിജിഡിറ്റി നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസിലുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ എൻട്രി ഓഫ് എ ന്യൂ പ്രോഡക്ട്സ് ഇൻ ടു ദി മാർക്കറ്റ്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒരു പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടും. കാരണം പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസിലുള്ള മാറ്റം ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ ആരാണ്? ഈ സം ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നുള്ള കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. ടെക്നോളജിക്കൽ ചേഞ്ചസിൽ വരുന്ന റൈവലുടെ, നമ്മളുടെ കോമ്പറ്റീറ്ററുടെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട്, അപ്പോൾ ഇവരൊക്കെ തന്നെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ആൾക്കാരാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് എൻവയോൺമെൻറ്റ് always seems to be dynamic in nature. നമ്മളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻസുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് അൺസർട്ടനിറ്റി എന്നുള്ളതാണ്. അപ്പം ദി വേർഡ് അൺസർട്ടനിറ്റി നമുക്കറിയാം, അനിശ്ചിതത. നമുക്ക് according to this concept we can't predict the forces, we can't predict the entire situations in the future. നമുക്കറിയാം ഭാവിയെക്കുറിച്ച് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെക്കുറിച്ചാണ് തീർച്ചയായും നമ്മൾ എന്ത് പറയുന്നത്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട് എന്ന് പറയുന്നത്, അൺസർട്ടൺ ആണ് എന്ന് നമ്മൾ പറയുന്നത്.
അപ്പോൾ നമുക്കറിയാം ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൺ. ഭാവി എപ്പോഴും നമുക്ക് അനിശ്ചിതമാണ്. നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒരു കാരണവശാൽ നമുക്ക് 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് കേസിൽ നമുക്ക് പറയാം ദി എലിമെൻറ്റ്സ് ഓർ പാർട്സ് ഓഫ് ദി എൻറ്റയർ ആക്ടിവിറ്റീസ് ഓർ എൻറ്റയർ സിറ്റുവേഷൻസ് പ്രിവെയിലിംഗ് ഇൻ ദി ബിസിനസ് എൻവയോൺമെൻറ്റ്സ് ആർ ഓൾവേസ് ബേസ്ഡ് ഓൺ അൺസർട്ടനിറ്റി. ഈ പറഞ്ഞിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത് ഈ അൺസർട്ടനിറ്റിയുമായി ബന്ധപ്പെട്ടാണ്, അനിശ്ചിതത്വമായി ബന്ധപ്പെട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാത്രമല്ല നമുക്ക് പറയാം ഈ എക്സ്റ്റേണൽ ഫോഴ്സസ്, ആ എക്സ്റ്റേണൽ ഫോഴ്സസ് വളരെ പെട്ടെന്ന് തന്നെ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെന്ന് പറയാം. ഉദാഹരണത്തിന് ടെക്നോളജിയിലുണ്ടാകുന്ന മാറ്റം, അതുപോലെ തന്നെ ഫാഷനിലുണ്ടാകുന്ന മാറ്റം, ബിസിനസ്സിൻ്റെ ഡിമാൻഡ്, പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിന് എത്ര വലിയ സ്വാധീനം വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റ് എപ്പോഴും ഓൾവേസ് ബേസ്ഡ് ഓൺ ദിസ് അൺസർട്ടനിറ്റി. ആറാമത്തെ പ്രത്യേകതയായിട്ട് വരുന്നത് കോംപ്ലക്സിറ്റി എന്നുള്ള ഒരു വാക്കാണ്. വാട്ട് ഈസ് കോംപ്ലക്സിറ്റി? നമുക്കറിയാം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് വളരെ സങ്കുചിതമായ, കൃത്യമായി ഈസിനെസ് അവകാശപ്പെടാനില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ കോംപ്ലക്സിറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദി എൻറ്റയർ ഫിനോമിനൻ എക്സിസ്റ്റിംഗ് ഇൻ ദി കേസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഓൾവേസ് കോംപ്ലക്സ് ഇൻ നേച്ചർ, കോംപ്ലക്സിറ്റി ഇൻ നേച്ചർ. വളരെയധികം സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളാണ് തീർച്ചയായിട്ടും ഒരു ബിസിനസ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് പറയാം. ആ സങ്കീർണത ഇവിടെ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അൺസർട്ടനിറ്റിയാണ്. ഭാവിയെക്കുറിച്ച് കൃത്യമായി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെന്ന് പറയാം. മാത്രമല്ല നമുക്കറിയാം എക്സ്റ്റേണൽ ഫോഴ്സസ്, ഏതെങ്കിലും ഒരു ഫോഴ്സസ് അവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര കാലത്തോളം നമ്മുടെ ബിസിനസ്സിന് ഉണ്ടാവും എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാവും. ഉദാഹരണത്തിന് ഒരു ഫാഷനിലുണ്ടാകുന്ന വ്യത്യാസം, ആ ഫാഷനിലുണ്ടാകുന്ന മാറ്റം ബിസിനസ്സിന് എത്ര കാലത്തോളം ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് എപ്പോഴും ഓൾവേസ് കോംപ്ലക്സിറ്റി ഇൻ നേച്ചറാണ്. നമ്മളുടെ എല്ലാ സമയത്തും ഒരു കോംപ്ലക്സിറ്റി, ഒരു സങ്കീർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അവസാനത്തെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് റിലേറ്റിവിറ്റിയാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് always come to be relative. This business environment is always come to be changed according to different regions, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, ഡിഫറെൻറ്റ് കൺട്രീസ് എറ്റ്സെട്ര. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്തെ സവിശേഷമായ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് പറയാം. ഇന്ത്യയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല അമേരിക്കയിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ സാഹചര്യമല്ല നമ്മുടെ കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപണി ഉള്ള ഒരു നമ്മുടെ കൾച്ചറലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയാം. ഓൾ ഇന്ത്യൻസ് ആർ ഓൾ ലേഡീസ് ഓഫ് ഇന്ത്യൻ ലേഡീസ് ആർ ഓൾവേസ് ഇൻട്രസ്റ്റഡ് ടു വെയറിങ് സാരീസ്. ഈ പറഞ്ഞിട്ടുള്ള സാരി ഉടുക്കാനും അതുപോലെ തന്നെ സാരി ഉപയോഗിക്കാനും താല്പര്യപ്പെടുന്ന വിഭാഗക്കാരെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ വസ്ത്ര രീതി മറ്റുള്ള പുറമെയുള്ള രാജ്യങ്ങൾക്ക് അന്യമാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാരി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ നമുക്കറിയാം അതിന് സ്കോപ്പ് നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ദി ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഓൾവേസ് റിലേറ്റീവ്, വളരെ റിലേറ്റീവാണ്. അതായത് ഇത് ബിസിനസ് എൻവയോൺമെൻറ്റ് ക്യാൻ ബി ചേഞ്ചബിൾ അക്കോർഡിംഗ് ടു ദി റീജിയൻ ഓർ അക്കോർഡിംഗ് ടു ദി കൺട്രീസ് എറ്റ്സെട്ര. നമ്മുടെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ വ്യത്യസ്ത റീജിയൻസുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും നമ്മൾക്ക് ഈ തരത്തിലുള്ള വ്യത്യസ്തത കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ദി ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഓൾവേസ് റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞവയാണ് നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാം. ഒന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. രണ്ടാമത്തേത് സ്പെസിഫിക് ഫോഴ്സസ് ആൻഡ് ജനറൽ ഫോഴ്സസ് എന്നുള്ള രീതിയിൽ. മൂന്നാമത്തേത് ഇൻ്റർ റിലേറ്റഡ്നെസ്. നാലാമത്തേത് ഡൈനാമിക് ഇൻ നേച്ചർ. അഞ്ചാമത്തേത് അൺസർട്ടനിറ്റി. ആറാമത്തേത് നമ്മൾ പറഞ്ഞ കോംപ്ലക്സിറ്റി. അവസാനമായിട്ട് നമ്മൾ പഠിച്ച റിലേറ്റിവിറ്റി. ഈ 7 ഫീച്ചേഴ്സാണ് പ്രധാനമായിട്ടും ബിസിനസ് എൻവയോൺമെൻറ്റുമായി നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.